ദൈവ കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവപിതാവേ സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഉദ്ധിതനായവനേ യേശുരാജനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധിതനായവനേ യേശുരാജനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധ ത്രിയേക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച് നമുക്ക് ആരാധിക്കാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ വലിയ ശക്തിയുടെ മുമ്പിൽ നമ്മുടെ നിസ്സാരത ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. എല്ലാ തകർച്ചയുടെയും മധ്യേ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് നൽകുന്ന എല്ലാ രക്ഷയും ഓർത്ത് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് സമ്പന്നരാണ്. കർത്താവിൻ്റെ വചനം നാം ഓരോരുത്തരുടെയും അധരത്തിലും ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലുമെല്ലാം നൽകപ്പെട്ടിട്ടുണ്ട്. ഈ വചനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവഹിതത്തിനനുസരിച്ച് നാം ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ വലിയ കാരുണ്യമാണ്, കൃപയാണ് മനുഷ്യന്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ സമയം നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ജെറമിയ പ്രവാചകന്റെ നാവിൽ വചനം നിക്ഷേപിച്ച ദൈവം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈശോ തൻ്റെ തിരുശരീരവും തിരുരക്തവും നാവിൽ സ്വീകരിക്കുവാൻ നാം ഓരോരുത്തരെയും അനുവദിച്ചിരിക്കുകയാണ്, കൃപ നൽകിയിരിക്കുകയാണ്. അത് കർത്താവിൻ്റെ വലിയ കാരുണ്യമാണ്. ആ ദിവ്യകാരുണ്യത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടേതായ ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ഞാൻ ചിന്തിക്കും, എൻ്റെ ജീവിതം മാത്രമാണ് ദുരിതം നിറഞ്ഞത്, എൻ്റെ കണ്ണീര് മാത്രം ദൈവം കാണുന്നില്ല. ഇതുപോലെയുള്ള നിലവിളികൾ, ഒരുപക്ഷെ പരാതികൾ നമ്മൾ ഈശോയുടെ മുമ്പിൽ പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും നോക്കുന്നത് അവിടുത്തെ കരുണയുള്ള കണ്ണുകൾ കൊണ്ടാണ്. ഈശോയെ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യും. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവിൻ്റെ വലിയ കാരുണ്യം. പാപം ചെയ്തപ്പോൾ നാം കർത്താവിൽ നിന്ന്, ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് നാം അകന്നു നിൽക്കുമ്പോൾ ഈശോ നമ്മോട് പറയുകയാണ്, മഹാകരുണയോടുകൂടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. നാം ഇപ്പോൾ ആയിരിക്കുന്നത് തന്നെ കർത്താവിൻ്റെ വലിയ കരുണയുടെ ഒരു ഭാഗമാണ്. വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് ഈശോ കൊടുത്ത സന്ദേശത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചാണ്. എത്രമാത്രം വലിയ വിലയാണ് ദൈവം മനുഷ്യന്റെ ആത്മാവിന് ഓരോ നിമിഷവും നൽകിക്കൊണ്ടിരിക്കുന്നത്. പാപത്തിൻ്റെ വക്കുകളിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ കർത്താവിൻ്റെ കരുണയാണ് ആ പാപത്തിൽ വീഴാതെ നമ്മെ രക്ഷയിലേക്കും വിശുദ്ധിയിലേക്കും നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈശോയെ, അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണമേ.
പലപ്പോഴും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും രക്ഷപ്പെട്ടതിനെക്കുറിച്ച് നാം ഒക്കെ അഹങ്കരിച്ച് സംസാരിച്ചിട്ട് കാണും. അപകടത്തിൽ നിന്നാവാം, രോഗത്തിൽ നിന്നാകാം, മറ്റുള്ളവരുടെ കുറ്റം പറച്ചിലുകളിൽ നിന്നാകാം, തെറ്റിദ്ധാരണകളിൽ നിന്നാകാം. നാം ഒക്കെ രക്ഷപ്പെട്ടതിൻ്റെ ചരിത്രം നാം നമ്മുടെ സ്വന്തം നേട്ടമായിട്ട് ഒരു പക്ഷേ നമ്മൾ പറയാറുണ്ടായിരിക്കാം. നാം മനസ്സിലാക്കണം, അതെല്ലാം കർത്താവിൻ്റെ വലിയ കൃപയാണ്, കരുണയാണ്, കാരുണ്യമാണ്. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് ഓരോ നിമിഷവും കരുണയോടുകൂടെ നോക്കിക്കാണണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ബാറൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ. അങ്ങയെ പ്രതി ഞങ്ങളെ രക്ഷിക്കണമേ. പ്രവാസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയവർക്ക് ഞങ്ങളോട് പ്രീതി തോന്നാൻ ഇടയാക്കണമേ. പ്രാർത്ഥിക്കുന്നത് അങ്ങയെ പ്രതി ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. എൻ്റെ യോഗ്യതയോ എൻ്റെ ശക്തിയോ എൻ്റെ മഹത്വമോ ഒന്നുമല്ല. ഈശോയെ, അങ്ങയെ പ്രതി ഞങ്ങളോട് ഓരോരുത്തരോടും കരുണ കാണിക്കണമേ. ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണവും രക്ഷയുമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ നേട്ടങ്ങളും എല്ലാ സമ്പാദ്യങ്ങളും ലോകത്തിൽ ഉപേക്ഷിക്കപ്പെടേണ്ടി വരുമ്പോൾ ഈശോയെ, എന്നേക്കും നിലനിൽക്കുന്നത് അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ യോഗ്യതയുള്ളത് ഞങ്ങളുടെ ആത്മാവിന് മാത്രമാണെന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നാളിതുവരെ അങ്ങയുടെ കരുണയാണ് ഞങ്ങളെ വഴി നടത്തിയതെന്നുള്ള വലിയ ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യസമയം വരെ, അവസാന മണിക്കൂർ വരെ ഞങ്ങളെ നയിക്കണമേ കർത്താവേ. കഴിവല്ല, നിന്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഇതുവരെ ഞങ്ങൾ നടന്നു വന്ന എല്ലാ വഴികളും നിന്റെ കരുണയാണ് കർത്താവേ. ഞങ്ങൾ എവിടെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ അതെല്ലാം നിന്റെ കരുണയുടെ ഭാഗമാണ്. നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഭാഗമാണെന്ന് ഏറ്റുപറഞ്ഞ് നിന്നെ ആരാധിക്കാൻ ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതം ഈശോയെ അങ്ങ് ഉപയോഗപ്പെടുത്തണമേ. അങ്ങെ പ്രകീർത്തിക്കാനല്ലാതെ മറ്റൊരു കാര്യത്തിനും ഞങ്ങളുടെ നാവുകൾ അങ്ങ് ഉപയോഗിക്കരുത്. അങ്ങേ മഹത്വപ്പെടുത്താനല്ലാതെ മറ്റൊരു കാര്യത്തിനും ഞങ്ങളുടെ ജീവിതത്തെയും അങ്ങ് ഉപയോഗപ്പെടുത്തരുത്. ഈശോയെ, അങ്ങയുടെ കരുണയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾ ഈ സമയം പാടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിതുവരെ എത്തുവാൻ
ഈശോയെ, എനിക്ക് രോഗം വന്നപ്പോൾ സൗഖ്യദായകനായിട്ട് നീ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പാപം ചെയ്തപ്പോൾ പാപവിമോചകനായിട്ട് അങ്ങ് എൻ്റെ കൂടെയുണ്ടായിരുന്നു. കർത്താവേ, ഇത്രമാത്രം സൗഭാഗ്യം ഈ ലോകത്തിൽ അനുഭവിക്കുന്ന മറ്റേത് സമൂഹമാണുള്ളത്, മറ്റേത് ജനതയാണുള്ളത് കർത്താവേ. പക്ഷേ ആ സ്നേഹം മനസ്സിലാക്കാൻ, ആ കരുണ മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങളിതുവരെ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങളിതുവരെ നീ മാത്രമെൻ യേശുവേ. അന്ധനായ യാചകൻ വഴിവക്കത്തിരുന്ന് നസറായനാണ് കടന്നു പോകുന്നത് എന്ന് കേട്ടപ്പോൾ അവൻ ഉറക്ക നിലവിളിച്ചു. പക്ഷെ ജനക്കൂട്ടം അവനെ ശാസിച്ചു. യേശു നാമം വിളിച്ചപ്പോൾ ജനക്കൂട്ടം അവനോട് പറയുകയാണ്, മിണ്ടാതിരിക്കുക. വചനം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവൻ കൂടുതൽ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം എല്ലാവരും ഈ ജനക്കൂട്ടം പറയുന്നത് അനുസരിക്കുന്ന സമൂഹമായിട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇതെന്താ എന്നും പള്ളിയിൽ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ പള്ളിയിൽ പോക്ക് നിർത്തുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറി. സന്ധ്യാപ്രാർത്ഥനയുടെ ശബ്ദം പുറത്ത് കേൾക്കുമ്പോൾ അയൽപ്പക്കക്കാരൻ ചോദിക്കും, എന്താണ് ഇന്നവിടെ വലിയ പ്രാർത്ഥന? പിന്നീട് പ്രാർത്ഥന പതിഞ്ഞ സ്വരത്തിലാക്കി. വാഹനത്തിൽ കയറിയപ്പോൾ പരിശുദ്ധ തൃത്വത്തെ ഓർത്ത് കുരിശു വരച്ചപ്പോൾ അടുത്തിരുന്നയാൾ നോക്കിയത് കൊണ്ട് പിന്നെ പ്രാർത്ഥന ഞാൻ അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ജനക്കൂട്ടം പറയുന്നതനുസരിച്ചാൽ നിനക്ക് അനുഗ്രഹം കിട്ടുകയില്ലെന്ന് ആ അന്ധനായ യാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ വീണ്ടും കൂടുതൽ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചു എന്ന് വചനം പറയുകയാണ്. ഈശോ അവിടെ നിന്ന് അവനെ നോക്കി അവരോട് പറഞ്ഞു, അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. ഇതാണ് കർത്താവിൻ്റെ കാരുണ്യം. നമ്മൾ ആഗ്രഹിക്കുന്നതിലും ചിന്തിക്കുന്നതിലും കൂടുതൽ നമുക്ക് തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ സർവശക്തനായ യേശുനാഥൻ. അവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അവനിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഈശോ അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. ഈശോ പറഞ്ഞു, നിനക്ക് കാഴ്ച കിട്ടട്ടെ. പ്രിയപ്പെട്ടവരെ, ഉള്ളതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ നമ്മൾ തുറന്നു കാണിക്കാൻ മനസ്സായാൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ. നമ്മുടെ കഴിവോ നമ്മുടെ സാമർഥ്യമോ നമ്മുടെ ജോലിയോ നമ്മുടെ സ്ഥാനങ്ങളോ ഒന്നുമല്ല ദൈവത്തിന് ആവശ്യം. എളിമയാണ്, ഹൃദയവിശുദ്ധിയാണ്,
കർത്താവിൻ്റെ കൃപയുടെ മുമ്പിൽ താഴ്മയോടെ നിൽക്കാനുള്ള ഒരു മനോഭാവമാണ്. നമുക്കൊന്നുകൂടെ പാടി പ്രാർത്ഥിക്കാം. കഴിവല്ല കർത്താവിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങളിതുവരെ നീ മാത്രമേ ദൈവമേ. ഈശോയെ, ഞങ്ങളിതുവരെ നീ മാത്രമേ യേശുവേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കർത്താവിൻ്റെ ആശീർവാദത്തിന് നമ്മെ തന്നെ നമുക്കൊരുക്കാം. ഈശോയുടെ കരുണ മഹാസമുദ്രം പോലെ പ്രവഹിക്കുന്ന സമയമാണ്. ഓരോ കൂദാശകളുടെ സമയവും പരിശുദ്ധ കുർബാനയുടെ ആരാധനാ സമയവും. കർത്താവിൻ്റെ സജീവ സാന്നിധ്യം, ജീവിക്കുന്നവനായ ഈശോ മിശിഹ നമ്മെ ആശീർവദിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും നമ്മുടെ ജീവിതത്തെ മുഴുവനും നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതവുമായി കർത്താവിന് സാക്ഷികളായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.